പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. പിന്നെ എല്ലാ സ്റ്റോറിയിലും നമ്മൾ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബട്ട് എനിക്കിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ കഥ കുറച്ച് ലെങ്ത് ആണ്, അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യം കൂടി ഇതാവും. അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിനെ മനസ്സിലാവും. ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് രണ്ടുപേരെ മാത്രമാണ്, നമ്മുടെ നായികയും നായകനെയും. അപ്പോ നിങ്ങൾ എന്നെ ആരും ഹേറ്റ് ചെയ്തത്, എന്നെ ഹേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഭാഗങ്ങൾ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ ഹേറ്റ് ചെയ്യരുത്. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സ്റ്റെല്ലയുടെ വീട്. സോറി കേട്ടോ, സ്റ്റെല്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? നമ്മുടെ നായികയുടെ പേരാണ് സ്റ്റെല്ല. ഇതാണ് നമ്മുടെ സ്റ്റെല്ലക്കുട്ടി. നമ്മുടെ സ്റ്റെല്ലക്കുട്ടിക്ക് ഇപ്പൊ പഠിക്കാണ് കേട്ടോ, കോളേജില്. നമ്മുടെ സ്റ്റെല്ലക്കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് 18 ആണ്. നമ്മുടെ സ്റ്റെല്ലയ്ക്ക് അച്ഛനില്ല കേട്ടോ, അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. മോളെ സ്റ്റെല്ല, നീ എഴുന്നേറ്റില്ലേ? ഇന്ന് കോളേജിലല്ലേ? വേഗം റെഡി ആയിട്ട് വാ. അമ്മ ദാ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോരുമ്പോ ജിമ്മിനെയും കൂടി വിളിച്ചോണേ. ആ അമ്മ, ഞാൻ എഴുന്നേറ്റു, ഞാൻ റെഡിയായി. ഞാൻ അവരെ വിളിച്ചോണ്ട് താഴേക്ക് വന്നോളാം. അമ്മ, ഞാൻ എത്തി. എന്റെ ഫുഡ് എടുത്തേക്ക്. എനിക്ക് വിശന്നിട്ട് പാടില്ല അമ്മ. ആ അമ്മയുടെ മോളെ ഇരിക്കും, അമ്മ ഇപ്പൊ എടുത്തു വെക്കാം. അല്ല, ജിമ്മി എവിടെ? അവനെ കണ്ടില്ലല്ലോ. ഇതിന്റെ ഫുഡ് കേട്ടാ ഓടി വരുന്നതാണല്ലോ. അമ്മ, അവനത്. അമ്മേ, അമ്മയുടെ മോനെത്തി. എനിക്ക് ഫുഡ് എടുത്ത് വെച്ച് പെട്ടെന്നായിക്കോട്ടെ. അയ്യോ, എൻ്റെ മമ്മിക്കുട്ടി ചൂടാവാതെ ഞാൻ ടീച്ചറിനോട് സംസാരിക്കുകയായിരുന്നു. അസൈൻമെന്റിന്റെ നോട്ടിന്റെയും കാര്യം ചോദിച്ചതാ. അത് അമ്മയെ നേരം വൈകിയത്. ഫുഡ് എടുത്ത് വെച്ച്. നീ പോടി പൂച്ചക്കണ്ണി. ഓ ഈശ്വര, ഓ മൈ ഗോഡ്. എടി ചേച്ചി, അമ്മയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കാന്നാ തോന്നണേ. ഓടിയാലോ? ചേച്ചി എന്നോട് ഒറ്റയ്ക്കായിട്ട് പോവലടി. മമ്മി എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാവേ. എടി നിക്കടി പൂച്ചക്കണ്ണി, എടി നിക്കടി ചേച്ചി. അയ്യോ, എന്റെ വയറേ, എന്നെ ഒന്ന് കോളേജിലാക്കിയിട്ട് പോടി. നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ, പിന്നെ എന്തൊക്കെ ചോദിക്കേണ്ട ആവശ്യം? വാ, നമുക്ക് പോകാം. ബസ് കിട്ടുമെന്ന് ആദ്യം നോക്കാം. ഹേ ജിംന, ഒന്ന് നിന്നേ, ഞാനും ഉണ്ട്. ഇതാ